എന്താ സാർ, നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിൽ വാർത്തയുടെ ചാകരയാണ്, പെരുമഴയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് വാർത്തയായി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പറഞ്ഞു വരുന്നത്, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED ഒരു റെയ്ഡിനെത്തി. രാവിലെ 6 മണിക്ക് ED വന്ന് പിണറായി വിജയനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകൾ വീണ വിജയനും മകളുടെ മകനും മാത്രമേ അവിടെ നിൽക്കാൻ അനുമതി കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി വീട്ടു തടങ്കലിൽ എന്ന പോലെയാണ് ഏതാണ്ട് 2:30 വരെ ഈ EDയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞത്. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വന്ന ഒരു ഉത്തരവും ആ ഒരു സെറ്റിൽമെൻറ്റ് ഓർഡറും തന്നെയാണ് ഇത്രത്തോളം വിവാദപരമായ കാര്യങ്ങളിലേക്കും പിന്നീട് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്കും തുടർന്ന് PML ആക്ട് പ്രകാരം ഉള്ള അന്വേഷണത്തിലേക്ക് ED വരുന്നതുമെല്ലാം അങ്ങനെ തന്നെയാണ്. ആ EDയുടെ അന്വേഷണത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത് തൻ്റെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി കർണാടകയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു EDയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് നാഗരത്ന അത് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. പിന്നീട് CMRL പിണറായി വിജയൻ സമ്മർദ്ദം ചെലുത്തി CMRL ഡൽഹി ഹൈക്കോടതിയിലേക്ക് EDയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജിയുമായി പോകുന്നു. അത് ഈ മാസം അവസാനം പരിഗണിക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന EDയുടെ അന്വേഷണം മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം ആ ഹർജി ഇന്നലെ കോടതി തള്ളി. കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന രീതിയിൽ ED സംഘം ബംഗളൂരുവിൽ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലും വീണ വിജയൻ്റെ ഭർത്താവായ മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോട്ടൂളിയിലുള്ള വീട്ടിൽ, പിണറായി വിജയൻ്റെ പിണറായിയിലുള്ള വീട്ടിൽ, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ ുള്ള വീട്ടിൽ, അതുപോലെ CMRLൻ്റെ ഓഫീസിൽ, ഇങ്ങനെ 12 ഇടങ്ങളിലായി ഒരേ സമയത്ത് കേന്ദ്ര സേനയുടെ ഉൾപ്പെടെയുള്ള സന്നാഹത്തോടു കൂടി സംവിധാനത്തോടു കൂടി ED റെയ്ഡിന് വരുന്നു. ED റെയ്ഡ് നടത്തുന്ന ആ സമയത്ത് അത്രയും CPMൻ്റെ പ്രവർത്തകർ ഈ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയൻ്റെ പിണറായിലുള്ള വീടിന് പുറത്തും അതുപോലെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് പുറത്തുമൊക്കെ വൻ പ്രതിഷേധം നടത്തുന്നു. ഇപ്പോൾ ED റെയ്ഡ് കഴിഞ്ഞ് ബേക്കറി ജംഗ്ഷനിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ED ഉദ്യോഗസ്ഥരുടെ കാറിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ അത് വലിയ പ്രക്ഷോഭകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പിണറായി വിജയൻ എപ്പോഴും പറയാറുള്ളത്. എൻ്റെ മടിയിൽ കനമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ ഭയമില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ കേവലം 1,72,00,000 രൂപയുടെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡിന് വരുമ്പോൾ പിന്നെ എന്തിനാണ് അദ്ദേഹം പേടിച്ച് വിറയ്ക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏത് തരത്തിൽ ED എങ്ങനെ ചോദ്യം ചെയ്യും എന്നുള്ള സംശയം കൊണ്ട് പ്രതിപക്ഷ നിരയിലുള്ള ജനം മുഴുവൻ, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ മുഴുവൻ EDക്കെതിരെ പ്രക്ഷോഭമായി തെരുവിലിറങ്ങുന്നു. ഇവിടെ സാർ മറ്റൊരു ഉദ്ദേശം അതിൻ്റെ പുറകിലുണ്ടോ? ഇപ്പോൾ CPMന് 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് നേരിടുന്നതിന് വേണ്ടി ഒരു രക്തസാക്ഷിയെ പോലും സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന തരത്തിലാണോ ഇവരുടെ ഇപ്പോഴത്തെ ഈ പ്രതിഷേധവും പ്രകടനങ്ങളും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ, എഴുത്തുകാരൻ എന്ന രീതിയിൽ നന്ദകുമാർ സാറിന്റെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ കേരളം കണ്ടുള്ള ഏറ്റവും വലിയ ഭീരുക്കളിൽ ഒരാളാണ്. ഒരു വലിയ ഭീരുവാണ് അദ്ദേഹം, എനിക്കൊരു സംശയമില്ല. കാരണം ഭീരുക്കളുടെ വ്യത്യാസം, ഭീരുക്കൾ എപ്പോഴും രക്തത്തിൽ നിന്നാണ് സ്വന്തം കളി ആരംഭിക്കുക. പിണറായി വിജയന്റെ രാഷ്ട്രീയ തൊഴിൽ അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയായിരിക്കുന്ന വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള കേസിൽ 1-ാം പ്രതി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൊതുരംഗം ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് വെച്ചാൽ ജന്മനായി മനുഷ്യൻ ഭീരുവാണ്. നിരവധി ഉദാഹരണങ്ങൾ അക്കാര്യത്തിനെ സംബന്ധിച്ചുണ്ട്. ഞാനത് വഴിയെ പറയാവുന്നതാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെയുള്ള പിണറായി വിജയനെ സംബന്ധിച്ച് ഈ പറയുന്ന സ്വന്തം മകളുടെ CMRLുമായിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന തുക 1,72,00,000 ഉറുപ്പിക, അത് സമ്പാദിക്കത്തക്ക രീതിയിൽ യാതൊരു കഴിവും മകൾക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം.
എക്സാലോയി കമ്പനി എന്നൊക്കെ പറഞ്ഞൊരു തട്ടിക്കൂട്ട് കമ്പനിയാ. ഈ പറയുന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ തരത്തിൽ പണം പറ്റിക്കൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞ സാക്ഷാൽ കൈക്കൂലിയായിട്ടോ തന്നെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു പണം എന്ന് ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇടപെട്ട് സംസാരിച്ചോട്ടെ. മകളുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഷെൽ കമ്പനി, അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ CMR അടക്കമുള്ള പല കമ്പനികളിൽ നിന്നും കോഴ മേടിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത സേവനങ്ങൾ കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു കമ്പനി. അതായത് ഇവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് അവരതിൽ കാണിച്ചിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത് അതാണ്. പക്ഷെ CMR എന്ന കമ്പനി സിന്തറ്റിക് റൂട്ടിലേക്ക് വേർതിരിച്ചെടുക്കുന്ന ഒരു കമ്പനിയാണ് കരിമണൽ ഖനനത്തിലൂടെ. ആ കമ്പനിക്ക് എന്ത് തരത്തിലാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അവിടെ എന്തിനാണ് ആവശ്യം? അപ്പോൾ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മകളുടെ കമ്പനിയിലേക്ക് പല കമ്പനികളിൽ നിന്നും ലക്ഷങ്ങൾ ഒഴുകിയിട്ടുണ്ട്, കോടികൾ ഒഴുകിയിട്ടുണ്ട്. അതായത് നമ്മുടെ കിറ്റക് സാബു അടക്കമുള്ള ആളുകളിൽ നിന്ന്, 2 ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കമുള്ള ഏതാണ്ട് 11ഓളം കമ്പനികളിൽ നിന്നാണ് വീണ വിജയന്റെ ഈ കമ്പനിയിലേക്ക് കോടികൾ ഒഴുകിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ ഇപ്പോൾ രേഖകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ CMR എന്ന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ മേടിച്ചിരിക്കുന്നതുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനോ സാറോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ആരോപണമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണമല്ല. സാറിന് തുടരാം. അല്ലെ, തീർച്ചയായും ഇതാണ് വസ്തുത. ഇതാണ് കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കൂട്ടി തട്ടുകൂട്ടി കമ്പനിയാണ്. ഈ പറയുന്ന തട്ടുകൂട്ടി കമ്പനിയെ വെച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു ഏർപ്പാടാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അതിന്റെ പേരിൽ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ദിവസമണി വൈകിയേക്കാം. കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ സാധ്യമല്ല, ഇദ്ദേഹത്തിന് ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, ഇദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് കുറ്റവിചാരണ ചെയ്യാൻ സാധ്യമല്ല. മകളുടെ ഭർത്താവ് മന്ത്രിയാണ്. ഈ പറയുന്ന ഒരു മന്ത്രി കുടുംബത്തെ വെച്ചുകൊണ്ട് കേരളത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. ഇന്നിപ്പോ തന്നെ നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡിന് വന്നു സമയത്ത് എന്തുണ്ടായത്? ആ റെയ്ഡിന് വന്നിരിക്കുന്ന ആളുകൾ ഇദ്ദേഹം ആയിരക്കണക്കിന് ആളുകളെ കുട്ടി സഹാക്കന്മാരൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. അവരെ കൊണ്ടൊക്കെ ഇവരുടെ ഇഡിയുടെ കാറ് തടയുകയാണ്. അതിനുശേഷം അതിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയാണ്. ഇത് ഇയാളുടെ ലക്ഷ്യം പ്രധാനമായിട്ട് പിണറായി വിജയന്റെ ആത്യന്തിക ലക്ഷ്യം രക്തസാക്ഷികളെ സൃഷ്ടിക്കലാണ്. കാരണം അത് ഏത് സംവിധാനത്തിൽ അങ്ങനെ തന്നെയാണ്. പിണറായി വിജയൻ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിരിക്കുന്ന MV രാഘവൻ ഉണ്ട്. ആ രാഘവന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആത്മകഥയിൽ പറയുന്ന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ടിയിൽ നിന്ന് രാഘവൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് VS അച്യുതാനന്ദൻ MV രാഘവനെ കൂട്ടിയിട്ട് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു 10-12 പേര് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്ക് വന്ന മുഴുവൻ ആൾക്കും ചായ കൊടുത്തു. ആ ചായ കൊടുത്ത സമയത്ത് പിണറായി വിജയൻ ചായക്കപ്പ് രാഘവൻ ചായ കുടിച്ചില്ല. ആ ചായ കുടിക്കാണ്ടിരുന്ന സമയത്ത് വളരെ എന്താ ചായ കുടിക്കാത്ത, തണുത്തു പോലും എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ചായക്കപ്പ് എടുത്തു കൊടുക്കുകയാണ് രാഘവന്. ആ സമയത്ത് രാഘവൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ ചായ എനിക്ക് വേണ്ട, കാരണം നീ ഇതിനകത്ത് വിഷം കലക്കിയിട്ടില്ല എന്നുള്ളത് എന്താണ് ഇതിനകത്ത് ഉറപ്പുള്ളത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഇതാണ് പിണറായി വിജയൻ. പിണറായി വിജയന് കേരള രാഷ്ട്രീയത്തില് ആരെ വേണമെങ്കിലും വകവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ആരെ വേണമെങ്കിലും രക്തസാക്ഷിയാക്കാൻ വേണ്ടിയിട്ട്, ആരെ വേണമെങ്കിലും ബലിദാനിയാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ടുള്ള വികസനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ യാതൊരു വഴിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പൊ നമുക്കറിയാലോ, വയസ്സ് 19 വയസ്സായി, ഇപ്പോഴും ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാറുന്നില്ല. എന്താ കാരണം? സാർ, അപ്പൊ അത് വളരെ ആസൂത്രിതമായൊരു നീക്കം തന്നെയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും പിണറായി വിജയൻ ഒന്നിനു പുറകെ ഒന്നായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതിന്റെ പേരിൽ തന്നെ ചോദിച്ചു വാങ്ങിച്ച, ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിൽ മത്സരിച്ച് തന്റെ കൂടി വോട്ട് കൊണ്ട് നേടിയെടുത്ത ഒരു സ്ഥാനമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ സ്ഥാനം എന്ന് വീക്ഷിക്കേണ്ടി. അല്ല, അതിന് കാരണമുണ്ട്. കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം തന്നെ വെച്ചുകൊണ്ട് പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇല്ലാന്നിരിക്കട്ടെ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റും. ആ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് മാറ്റും. ഒരുപക്ഷെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തും. പിന്നെ പാർട്ടിയിൽ പറയുന്ന പിണറായി വിജയന്റെ വില ചുമ്മാ പുല്ലുവിലയായിരിക്കും പിണറായി വിജയൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ശരിക്കതാണ്. ഭരണത്തിൽ നിന്ന് മാറുന്ന ആളുകൾക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനമല്ല. അതുകൊണ്ടാണ് നമുക്കറിയാലോ, അഴീക്കോടിന്റെ രാഘവന്റെ വേർപാടുണ്ടായി. എന്താ ചിത്രം ഉണ്ടായത്?
അഴീക്കോട് രാഘവൻ എങ്ങനെ കൊല ചെയ്യപ്പെട്ടത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? എങ്ങനെയാണ് പി കൃഷ്ണപിള്ള കൊല ചെയ്യപ്പെട്ടത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? എന്ന് വെച്ചാൽ അധികാരമില്ലാത്ത ഒരാളെ പോലും നിലനിർത്തുന്ന ഒരു സംവിധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അധികാരം വേണം. അവർ MLA ആയിരിക്കണം, അവർ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കണം, അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് മാറുന്നില്ലല്ലോ. എന്താ മാറാത്തതിന്റെ കാരണം? MV ഗോവിന്ദന് കഴിവുണ്ടെന്നുള്ളത് ഗോവിന്ദൻ പോലും പറഞ്ഞിട്ടില്ല. ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമള ടീച്ചറോട് ചോദിച്ചാലും ഈ പറയുന്ന ഗോവിന്ദന് കഴിവുണ്ടെന്ന് അവരാരും പറയില്ല. പക്ഷെ മന്ദബുദ്ധിയായിരിക്കുന്ന ഗോവിന്ദനെ പോലും പാർട്ടി സെക്രട്ടറി ആയിട്ട് സൈദ്ധാന്തികനായിട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പാർട്ടി വിജയിപ്പിക്കാനുള്ള കാരണം ഇന്ന് പാർട്ടിയിലെ ചുമതലയിൽ നിന്ന് പുറത്തു പോകുന്നു. ആ പുറത്തു പോകുന്ന സമയത്ത് ഇയാളുടെ ജീവൻ അത്യപായത്തിലാണെന്നുള്ള വസ്തുത ഈ രാഘവനും പണ്ട് തിരിച്ചറിഞ്ഞ പോലെ ഇന്ന് പിണറായി വിജയന് തിരിച്ചറിയാം. അതേപോലെ തന്നെ MV ഗോവിന്ദ മാഷ്ക്ക് തിരിച്ചറിയാം, P ജയരാജന് തിരിച്ചറിയാം, MV ജയരാജന് തിരിച്ചറിയാം, ഈ പറയുന്ന എല്ലാവർക്കും തിരിച്ചറിയാവുന്നതാണ് വസ്തുത. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയും അധികാരവും തമ്മിൽ ഒരു കെട്ടുപിണഞ്ഞു കിടക്കുന്ന സംവിധാനമാണ്. അങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതിന്റെ പേരിലാണ് അധികാരം എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ തന്നെ പറഞ്ഞ മാതിരി അധികാരം കൂടുതലൊന്നുണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ ദുഷിപ്പിക്കുന്നൊക്കെ പറയാറുണ്ട്. അമിതാധികാരം ഒരു വൻ ദുഷിപ്പിനാണ് ഇടവരിക എന്നുള്ളതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള ഭരണത്തിന്റെ പേരില് പാർട്ടി ആദ്യം ഇല്ലാണ്ടായി, ഉള്ള പാർട്ടി നേതാക്കന്മാരെ കഴിവതിയുടെ അവതാരങ്ങളായിട്ട് മാറി. പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന ആള് സ്വന്തം സ്ഥാനം വയസ്സ് ഏറെയായിട്ട് പോലും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം മാറാൻ വേണ്ടി തയ്യാറല്ല. എന്ന് വെച്ചാൽ പാർട്ടിയും ഭരണവും തമ്മിലുള്ള ബന്ധം ഒരു ദൃഢമായിട്ടുള്ള ബന്ധമായിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പിണറായി വിജയന്റെ വലിയ പങ്ക് വഹിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. സാർ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, അതീവ ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ ഏജൻസി വരുന്നു. ഈ അന്വേഷണ ഏജൻസി വരുമ്പോൾ അവർ റെയ്ഡ് നടത്തുന്നു. ഇത് എല്ലായിടങ്ങളിലും പതിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങളോ രേഖകളോ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള സ്വാഭാവികമായ ഒരു നടപടിക്രമം തന്നെയാണ്. അതിന് മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയമില്ല എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഭയക്കുന്നത്? റെയ്ഡ് നടത്തിയ ആളുകൾ പോകില്ല. എന്തിനാണ് അവരുടെ വണ്ടി തടഞ്ഞ് ചില്ല് പൊട്ടിക്കണ പോലുള്ള കാര്യങ്ങൾ അവർ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് എന്തിനാ? അപ്പോൾ CPM-ന് 2026 ഉണ്ടായിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്ന ഈ ദയനീയമായ പരാജയത്തിൽ നിന്നും അവർക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു പിടിവള്ളിയായി കണ്ട് ED-യുടെ ഈ റൈഡിന്റെ മറവിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി അതിലൂടെ ഒരുപക്ഷെ പോലീസിനെയോ അല്ലെങ്കിൽ കേന്ദ്രസേനയോ പ്രകോപിപ്പിച്ച് ഒരു രക്തസാക്ഷി ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു നടപടിക്രമത്തിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് എത്താമെന്നുള്ളൊരു കുൽസിതമായൊരു തന്ത്രം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കും.